പറഞ്ഞ് എല്ലാവരെയും തന്റെ മുകളിൽ കയറ്റി പറന്നു പോകുന്നു. അവിടെ മാനും എല്ലിയും ടിയാഗോയും പീച്ചസിനെ വിളിച്ചു വരികയാണ്. എന്നാൽ മഞ്ഞു മൂടിയ സ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന വഴി മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് ആ മൂടൽ മഞ്ഞ് പോവുകയും നോർത്തേൺ ലൈറ്റ്സിന്റെ ലൈറ്റ് കണ്ട് അതിനെ പിന്തുടർന്ന് മുന്നോട്ട് പോകാം എന്ന തീരുമാനത്തിൽ എത്തുകയും ചെയ്യുന്നു. അവിടെ നമ്മുടെ പീച്ചസിന്റെ ടീം ഷുഗർ കാൻഡീസ് അലങ്കരിച്ചു വെച്ച ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു. അവർ ആ ഷുഗർ കാൻഡീസ് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് സാന്റോ റേജസ് എന്ന ഒരു കൂട്ടം പേർ വരുന്നത്. അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ സാന്റയെ കാണാൻ വരുന്ന സന്ദർശകരെ അകറ്റി നിർത്തുക എന്നതാണ്. അത് തന്നെ അവർ ഇവരോടും ചെയ്യുന്നു. അവർ തങ്ങൾക്ക് സാന്റയെ കാണണമെന്ന ആവശ്യം പറയുമ്പോൾ സാന്റോ റേജസ് അതിനെ എതിർക്കുന്നു. അപ്പോൾ നമ്മുടെ റെയിൻഡിയർ തന്റെ പവർ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മുകളിലേക്ക് ഉയർന്നതും അവന്റെ കൊമ്പുകൾ ഐസിൽ കുടുങ്ങുകയാണ്. നമ്മുടെ പീച്ചും ടീമും അവനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ ഐസിൽ വിള്ളലുണ്ടായി ഒരു മഞ്ഞു വീഴ്ച തന്നെ ഉണ്ടാവുകയാണ്. അവിടെ